മദ്രസകളിൽ ഇനി ശ്രീരാമനും നിറയും. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ശ്രീരാമന്റെ കഥകളാണെന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ്. ശ്രീരാമനെ കുറിച്ച് എല്ലാവരും പഠിക്കണം. അതിന് മതമോ വിശ്വാസമോ ഒന്നും തടസ്സമാകരുത്. അച്ഛനോടുള്ള പ്രതിബദ്ധത പാലിക്കാൻ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ഒരാൾ. ശ്രീരാമനെ പോലൊരു മകനെ ആരാണ് ആഗ്രഹിക്കാത്തത്? വനത്തിലേക്ക് പോകവേ രാമനെ അനുഗമിച്ച ലക്ഷ്മണനും സീതാദേവിയും അത്യധികം പ്രചോദനകരമാണ്. ശ്രീരാമനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റാരെക്കുറിച്ചാണ് കുട്ടികൾ പഠിക്കേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? സ്വന്തം പിതാവിനെ തടവിലാക്കി സ്വന്തം സഹോദരന്മാരെ കഴുത്തറുത്തുകൊന്ന ഒരു രാജാവിന്റെ കഥയാണോ നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് ഔറംഗസേബിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മദ്രസകളിൽ പുതിയ സിലബസിന്റെ ഭാഗമായി ഭഗവാൻ ശ്രീരാമന്റെ കഥ പഠിപ്പിക്കുമെന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ്. വഖഫ് ബോർഡിന് കീഴിൽ 117 മദ്രസകളുണ്ട്. ഡെറാഡൂൺ, ഹരിദ്വാർ, ഉധം സിംഗ് നഗർ, നൈനിറ്റാൾ ജില്ലകളിലെ മദ്രസകളിൽ ആദ്യം പുതിയ സിലബസ് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് നബിയുടെ ജീവിതത്തോടൊപ്പം ശ്രീരാമന്റെ ജീവിതകഥയും മദ്രസ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. ശ്രീരാമൻ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവരും പിന്തുടരേണ്ടതാണ്. മുസ്ലിം പുരോഹിതർ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അറബികളോ മംഗോളിയന്മാരോ അഫ്ഗാനികളോ അല്ല. ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെ മുസ്ലിങ്ങളാണ്. ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം സാംസ്കാരിക ബിംബങ്ങളെക്കുറിച്ച് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. ശ്രീരാമന്റെ അസ്തിത്വത്തിൽ ഹിന്ദുസ്ഥാൻ അഭിമാനിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ നേതാവായി കണക്കാക്കുന്നു എന്നാണ് 20-ാം നൂറ്റാണ്ടിലെ മുസ്ലിം തത്വചിന്തകനായ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതെന്നും ഷംസ് സൂചിപ്പിച്ചു. മദ്രസകളിൽ NCERT പുസ്തകങ്ങൾ അവതരിപ്പിക്കും. ഇത് ഹിന്ദുപക്ഷത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കുമുള്ള പിന്തുണയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു കാലത്ത് കടുത്ത മോദി വിമർശകയായിരുന്ന ഷെഹ്ല റാഷിദ് ജ്ഞാൻവാപി കേസിൽ ഹിന്ദുപക്ഷത്തിന് പരോക്ഷ പിന്തുണയുമായി രംഗത്ത് വന്നതും കഴിഞ്ഞ ദിവസം തന്നെയാണ്. വളരെ പോസിറ്റീവായ ഒരു സൂചനയാണ് ഇത്. വിപണി വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാത്തിടത്ത് നമസ്കാരം സാധുവല്ല എന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം എന്നാണ് ഷെഹ്ല റാഷിദ് പറയുന്നത്. തെളിവുകൾ നിരവധി ആണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിം ഭാഗത്തു നിന്ന് കാശിയിലും മഥുരയിലും സ്വമേധയാ അനുരഞ്ജനത്തിന് തയ്യാറാകണമെന്നും ഷെഹ്ല റാഷിദ് പറയുന്നു. വിപണി വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാത്തിടത്ത് നമസ്കാരം സാധുവല്ല എന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് അറിയാം. തെളിവുകളുടെ അഭാവമാണ് അയോധ്യ കേസിന്റെ പോരാട്ടത്തിന് കാരണമെങ്കിൽ കാശിയിലെ മഥുരയിലെ തെളിവുകളുടെ ബാഹുല്യമല്ലേ സ്വമേധയാ അടിസ്ഥാനമാക്കേണ്ടത്? അനുരഞ്ജനം എന്നാണ് ഷെഹ്ല റാഷിദിന്റെ കുറിപ്പ്. അതേസമയം ജ്ഞാൻവാപി തർക്ക പ്രദേശവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദുക്ഷേത്രം നിലനിന്നിരുന്നതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തുവന്നു. കേസിലെ പരാതിക്കാരുടെ അഭിഭാഷകനായ വിഷ്ണു ശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത്. സർവേ റിപ്പോർട്ടിന്റെ കോപ്പി കൈവശം ലഭിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അഭിഭാഷകൻ. ക്ഷേത്രത്തിന്റെ തന്നെ തൂണുകളും മറ്റും ചെറിയ മാറ്റങ്ങൾ വരുത്തി മസ്ജിദിനു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നുവെന്നും സർവേയിൽ പറയുന്നുണ്ടെന്ന് അഭിഭാഷകൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇരുവിഭാഗങ്ങൾക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടത്. നിലവിലുള്ള നിർമ്മിതി മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചത്. തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ദേവനാഗരി, തെലുങ്ക്, കന്നഡ ലിപികളിലാണ് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയത്. പള്ളിയുടെ പടിഞ്ഞാറെ ചുമര് ഹിന്ദുക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ഗ്യാൻവാപിയിൽ നിലനിൽക്കുന്ന മസ്ജിദിന്റെ തൂണുകളും മറ്റും സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ശാസ്ത്രീയ പഠനങ്ങളും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.